ഒരു സിനിമയെയും പ്രേക്ഷകനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന സ്ഥലമാണ് തിയേറ്റർ. ഇന്ന് മറ്റ് നിരവധി പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിലും തിയേറ്ററിൽ ഇരുന്ന് സിനിമ ആസ്വദിക്കുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ഒരു കാലത്ത് ഫിലിം റെപ്രസെൻറ്റേറ്റീവ്സ് പുതിയ സിനിമയുടെ ഫിലിം പെട്ടിയുമായി തിയേറ്ററിലേക്ക് എത്തുമ്പോൾ മുതൽ ജനങ്ങൾ ആഘോഷം തുടങ്ങുമായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ മാറി, എല്ലാം ഡിജിറ്റലൈസ്ഡായി. ഡിസ്ട്രിബ്യൂഷൻ രീതിയിലും മാറ്റങ്ങൾ വന്നു. മാത്രമല്ല, തിയേറ്ററുകളുടെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും വരുമാനവും വർദ്ധിച്ചു. എവിടെ നിന്നൊക്കെയാണ് ഈ തിയേറ്ററുകൾ വരുമാനം നേടുന്നതെന്നറിയാമോ? അതുപോലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു സിനിമ വിതരണം ചെയ്യാൻ ഏറ്റെടുക്കുമ്പോൾ എവിടെ നിന്നൊക്കെ പ്രോഫിറ്റ് കിട്ടുമെന്നറിയാമോ? ഇത്തവണ നമ്മൾ സ്റ്റാർട്ട് ആക്ഷൻ ബിസിനസ്സിലൂടെ പറയുന്നതും അതുതന്നെയാണ്. ഏപ്രിലിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ സിനിമ പ്രദർശിപ്പിക്കാനായി നിലവിൽ 9742 സ്ക്രീനുകളുണ്ട്. ഇത് 2022 അപേക്ഷിച്ച് 4% വർദ്ധിച്ചു. 5 വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ഇന്ത്യയിലെ സിനിമാ സ്ക്രീനുകളുടെ എണ്ണം വർദ്ധിക്കുന്നത്. രാജ്യത്തെ സിനിമാ സ്ക്രീനുകളുടെ 47% നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ്. ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും തമിഴ്നാടിനും കർണാടകയ്ക്കുമൊപ്പം നമ്മുടെ കേരളം കൂടി ചേരുമ്പോൾ സ്ക്രീനുകളുടെ ആകെ ശതമാനക്കണക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ 47.8%. ഇനി ഇന്ത്യയിലെ മൂവി സ്ക്രീനുകളിലെ സീറ്റിംഗ് കപ്പാസിറ്റി നോക്കിയാൽ അതിൽ 57.61% സൗത്ത് ഇന്ത്യയിലാണ്. അതായത് തിയേറ്റർ വ്യവസായം കേരളം ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യയിൽ ഓരോ വർഷം കഴിയും തോറും വളരുകയാണെന്ന് ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം കേരളത്തിൽ 318 തിയേറ്ററുകളിലായി 700-ലധികം മൂവി സ്ക്രീനുകളുണ്ട്. അതിൽ തന്നെ 71 സ്ക്രീനുകളുമായി എറണാകുളമാണ് മുന്നിൽ. ബാക്കി ജില്ലകളിൽ ശരാശരി 48 സ്ക്രീനുകൾ ഉണ്ടാകും. ഇനി ഈ സ്ക്രീനുകളിൽ ഒരു സിനിമ റൺ ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ പ്രോഫിറ്റ് നേടുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു തിയേറ്ററിലേക്ക് വരുമാനം എത്തുന്നത് 3 രീതിയിലൂടെയാണ്. 50 മുതൽ 55% വരെ ടിക്കറ്റ് വിൽപ്പനയിലൂടെയും 25 മുതൽ 30% വരെ ഫുഡ് ആൻഡ് ബിവറേജിലൂടെയും 10 മുതൽ 15% വരെ അഡ്വർടൈസ്മെൻറ്റിലൂടെയുമാണ് തിയേറ്ററുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ശരാശരി തിയേറ്ററിൻ്റെ ഒരു മാസത്തെ ചിലവ് എത്രയാണെന്ന് അറിയണ്ടേ? നമുക്കത് തിയേറ്റർ ഉടമയോട് തന്നെ ചോദിച്ചറിയാം. ശരിക്കും പറഞ്ഞാൽ ഈ തിയേറ്റർ ബിസിനസ് അത്ര ലാഭമുള്ളൊരു പരിപാടിയല്ല. പുറമേ നോക്കുന്നവർക്ക് അത് വൻ പരിപാടിയായിട്ട് തോന്നും. ഇവിടെ ഇപ്പോൾ ഈ ഒരു മാസം ഈ സ്റ്റാഫിൻ്റെ സാലറി എല്ലാം കൂടെ ഉൾപ്പെടെ ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപയുടെ ചിലവുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ 4 സ്ക്രീനാണ് മൊത്തം ഉള്ളത്. ഈ 4 സ്ക്രീനിലൂടെ അടുത്ത കാലത്ത് ഒരേ പടം കളിച്ചത് മഞ്ഞുമേ ബോയ്സ് ആണ്. ഇവിടൊക്കെ പിന്നെയും ഭേദമാണ്, ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഉള്ളിലോട്ട് മാറിയിട്ട് ടൗണിൽ നിന്നൊക്കെ വിട്ടിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ തിയേറ്ററുകളെല്ലാം ഭയങ്കര നഷ്ടത്തിലാണ്. കറണ്ട് ബില്ലും തൊഴിലാളികളുടെ ശമ്പളവും ഇതിൻ്റെ സ്ക്രീനിൻ്റെ മെയിൻ്റനൻസും എല്ലാം നല്ല ചിലവാണ്. ചിലപ്പോൾ ഈ ആവേശം പോലുള്ളൊക്കെയുള്ള സിനിമകൾ വരുമ്പോഴാണ് ചിലവൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ ഇതുപോലുള്ള സിനിമകൾ കുറച്ചു കാലം ഓടിക്കഴിയുമ്പോഴത്തേക്ക് പ്രൊഡ്യൂസർ അത് വലിക്കും. അത് പിന്നെ അവരത് OTT കൊടുക്കും. അതും ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഒരു പരിധി കൂടുതൽ തിയേറ്ററിലൂടെ സിനിമയ്ക്ക് OTT വിലയില്ല. പിന്നെ ഇവിടെ ഈ പോപ്കോണും കോഫിയൊക്കെ വിൽക്കുന്ന ഈ ക്യാൻറ്റീൻ ഞങ്ങൾ കരാറ് കൊടുത്തിരിക്കുകയാണ്. അവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് അവർ മാസാമാസം തരുന്നുണ്ട്. അതൊക്കെ കൊണ്ടിട്ടാണ് ചിലവ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ വരവും ചിലവും അങ്ങനെ കൂട്ടിമുട്ടിച്ച് പോകുന്നേ ഉള്ളൂ. ഇനി ഈ പറഞ്ഞ ചിലവുകളെല്ലാം മീറ്റ് ചെയ്തുകൊണ്ട് ഒരു തിയേറ്റർ ലാഭം നേടുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്നും തിയേറ്റർ ലാഭം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പഴയ കാലത്ത് പ്രേക്ഷകർ തിയേറ്ററിൽ നേരിട്ടെത്തി തന്നെ ടിക്കറ്റ് വാങ്ങണമായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സിനിമ കാണാനായി റിലീസ് ദിവസം തന്നെ ടിക്കറ്റ് കൗണ്ടറുകളിൽ പ്രേക്ഷകർ തിക്കും തിരക്കും കൂട്ടുമ്പോൾ അന്ന് അത് കാണാൻ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ഈ തിരക്ക് ദിവസങ്ങളോളം തുടർന്നാൽ തിയേറ്റർ ഉടമയുടെ പോക്കറ്റ് നിറയും.
അന്നൊക്കെ തിയേറ്റർ ഫുള്ളാകുമ്പോൾ എക്സ്ട്രാ സീറ്റുകളിട്ട് ആളെ ഇരുത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഷോയിലും സീറ്റുകളുടെ എണ്ണത്തിൽ ചില കൃത്രിമങ്ങളൊക്കെ തിയേറ്റർ ഉടമകൾക്ക് കാണിക്കാമായിരുന്നു. മാത്രമല്ല ഫിലിം റെപ്രസെൻറ്റേറ്റീവുമായിട്ടുള്ള ഇവരുടെ അന്തർധാരയും സജീവമായി. പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടക ഉടമയായ ഞാനും റെപ്രസെൻറ്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക് മനസ്സിലായോ? പക്ഷേ ഇന്നെല്ലാം ഡിജിറ്റലൈസ്ഡ് ആയി. അതുകൊണ്ട് തന്നെ ടിക്കറ്റിൻ്റെ വിറ്റുവരവ് കണക്ക് കൃത്യമായി തന്നെ ഡിസ്ട്രിബ്യൂട്ടറിനും പ്രൊഡ്യൂസറിനും കിട്ടും. ഒരു സിനിമ തിയേറ്ററിലെത്തിയാൽ ആദ്യത്തെ ആഴ്ചയിൽ വിൽക്കുന്ന ടിക്കറ്റ് കളക്ഷൻ്റെ 60% പ്രൊഡ്യൂസർക്കും 40% തിയേറ്റർ ഉടമയ്ക്കുമായിരിക്കും. അതായത് ഒരു 100 രൂപയുടെ ടിക്കറ്റ് വിറ്റെന്ന് വെച്ചു, അതിൽ 24 രൂപ ടാക്സും കഴിഞ്ഞ് ബാക്കി വരുന്ന 76 രൂപയിൽ 45 രൂപ 60 പൈസ പ്രൊഡ്യൂസറിനും 30 രൂപ 40 പൈസ തിയേറ്റർ ഉടമയ്ക്ക് ലഭിക്കും. ഇനി രണ്ടാമത്തെ ആഴ്ചയിലേക്ക് വരുവാണെങ്കിൽ കണക്ക് വീണ്ടും മാറും. ടിക്കറ്റ് കളക്ഷൻ്റെ 55% പ്രൊഡ്യൂസറിനും 45% തിയേറ്റർ ഉടമയ്ക്കും എന്ന രീതിയിലേക്ക് മാറും. അതായത് ഈ 76 രൂപയിൽ 41 രൂപ 80 പൈസ പ്രൊഡ്യൂസറിനും 34 രൂപ 20 പൈസ തിയേറ്റർ ഉടമയ്ക്കും എന്ന നിലയിലേക്ക് മാറും. എന്നാൽ ചിത്രം ഇനി മൂന്നാമത്തെ ആഴ്ചയിലേക്ക് വരികയാണ്. അങ്ങനെയെങ്കിൽ പടം തിയേറ്റർ വിടുന്നത് വരെ 50-50 എന്ന രീതിയിൽ തുടരും. അതായത് ഈ 76 രൂപയിൽ 38 രൂപ പ്രൊഡ്യൂസർക്കും 38 രൂപ തിയേറ്റർ ഉടമയ്ക്കും എന്ന രീതിയിൽ തുടരും. ഇനി ബുക്ക് മൈ ഷോയോ പേടിഎം വഴിയോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ തിയേറ്റർ ഉടമയുമായി ഇവർ വെക്കുന്ന കരാർ ടിക്കറ്റ് ചാർജിന് പുറമെ അവർ കസ്റ്റമറിൽ നിന്ന് ഈടാക്കുന്ന കൺവീനിയൻസ് ഫീസിൽ നിന്നും ഒരു തുക ഓരോ ടിക്കറ്റിന് പുറത്തും അവർ നൽകും. അതായത് ബുക്ക് മൈ ഷോ വഴി നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 22 രൂപ മുതൽ 45 രൂപ വരെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും 8 രൂപ മുതൽ 15 രൂപ വരെ ഒരു ടിക്കറ്റിന് മേൽ തിയേറ്റർ ഉടമയ്ക്ക് ലഭിക്കും. ഇന്നിപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്താകുമെന്ന് തോന്നലുണ്ടായാൽ അവിടെ പ്രൊഡ്യൂസർ വീണ്ടും കാശിറക്കും. അങ്ങനെ പ്രൊഡ്യൂസർ ഇടപെടണമെങ്കിൽ അത് OTTയിൽ പ്രീസെയിൽ ആകാത്തൊരു സിനിമയായിരിക്കും. കാരണം മിനിമം 2 ആഴ്ചയെങ്കിലും സിനിമ തിയേറ്ററിൽ ഓടിയാലേ അതിന് OTTയിൽ കച്ചവട സാധ്യത ഉണ്ടാകും. ഇവിടെ പ്രൊഡ്യൂസർ ചെയ്യുന്നത് സിനിമ തിയേറ്ററിൽ ഹോൾഡ് ചെയ്യിക്കാനായി സ്വന്തം ഗീശയിൽ നിന്നും കാശിറക്കി തിയേറ്ററിൽ ആളെ കയറ്റും. പ്രമുഖ സിറ്റികളിലെ ഒരു 5-10 തിയേറ്ററുകളിൽ ഓരോ ഷോ വീതം റൺ ചെയ്യിച്ച് ഇങ്ങനെ പണം ഹോൾഡ് ചെയ്യും. തിയേറ്റർ ഉടമയെ സംബന്ധിച്ച് ഒരു ഷോയ്ക്ക് 20 പേരെങ്കിലും കയറിയാൽ അവർ സ്ക്രീനിൽ പടവിടും. അങ്ങനെ ചില പ്രൊഡ്യൂസേഴ്സിനെങ്കിലും താൻ നിർമ്മിച്ച സിനിമ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കയ്യിൽ നിന്നും തന്നെ കാശിറക്കി ടിക്കറ്റ് എടുത്ത് കൊടുക്കേണ്ട അവസ്ഥയുണ്ട് ഇന്ന്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് തിയേറ്ററിൽ ആളെ കയറ്റി അതിന് ഒരു കമ്മീഷൻ വാങ്ങുന്ന ലോബികളും കേരളത്തിൽ ഇപ്പോൾ സജീവമാണ്. ഏതായാലും ഫലത്തിൽ തിയേറ്റർ ഉടമയ്ക്ക് നഷ്ടമൊന്നുമില്ല. റിലീസ് ചെയ്യുന്ന സിനിമ തിയേറ്ററിൽ ഓടിക്കുകയോ ചെയ്തില്ലെങ്കിൽ അടുത്ത ആഴ്ചയിലേക്ക് തിയേറ്ററുകൾ പുതിയ പടം ചൂസ് ചെയ്യും. കാരണം ഇപ്പോൾ നിരയായി ചെറുതും വലുതുമായ നിരവധി സിനിമകളാണ് ആഴ്ചതോറും റിലീസിനായിട്ട് എത്തുന്നത്. കുരി വെച്ച എരെ വീഴണം. നമ്മൾ ചെയ്യാത്തവരോടൊന്നുമില്ല ഭായി. ഇനി തിയേറ്റർ ഉടമകളുടെ ഭാഷയിൽ പറയുന്ന F&B അഥവാ ഫുഡ് ആൻഡ് ബിവറേജ് വഴിയുള്ള വരുമാനം എങ്ങനെയെന്ന് നോക്കാം. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. 1980-90 കാലഘട്ടങ്ങളിൽ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് തിയേറ്ററിന് പുറത്ത് ഉന്തുവണ്ടിയിൽ കപ്പലണ്ടി വിൽക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ നിന്നും 5-10 പൈസ കൊടുത്ത് ഒരു കൂട് നിലക്കടലയും വാങ്ങി സിനിമ കാണാൻ പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നും അകത്തൊരു ക്യാൻറ്റീൻ ഉണ്ടാകും. ചായയും സോഡയും സിഗരറ്റും ഒക്കെ വാങ്ങാൻ കിട്ടുന്ന ചെറിയ ക്യാൻറ്റീനുകളായിരുന്നു അത്. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. ടിക്കറ്റ് ചാർജിനേക്കാൾ കൂടുതൽ തുക ഫുഡ് ആൻഡ് ബിവറേജിന് ചിലവാക്കും. പ്രത്യേകിച്ചും മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ സാധാരണക്കാരന് താങ്ങാവുന്നതിലും അധികം തുകയാണ് പോപ്കോണിനും മിനറൽ വാട്ടറിനും ഒക്കെ. ഏതായാലും ഇതും തിയേറ്റർ ഉടമയ്ക്ക് ഒരു വരുമാനമാണ്. 2 രീതിയിലാണ് ഈ കച്ചവടം കൊണ്ടുപോകുന്നത്. ഒന്നുകിൽ തിയേറ്ററിൻ്റെ കപ്പാസിറ്റിയും സ്ഥലമൂല്യവും ഒക്കെ കണക്കിലെടുത്ത് തിയേറ്റർ ഉടമ ഈ ക്യാൻറ്റീനുകൾ ഒരു കരാറുകാരന് നൽകിയിട്ട് മാസം തോറും ഒരു ഫിക്സഡ് എമൗണ്ട് വാങ്ങും. അതല്ലെങ്കിൽ തിയേറ്റർ ഉടമയുടെ ഓണർഷിപ്പിൽ തന്നെ ക്യാൻറ്റീനുകൾ റൺ ചെയ്യും. ഒരു തിയേറ്ററിന് 1 ലക്ഷം രൂപ വരുമാനം ലഭിക്കുമ്പോൾ അതിൽ 25,000 മുതൽ 30,000 രൂപ വരെ ഈ ഫുഡ് ആൻഡ് ബിവറേജിൽ നിന്നാണ് ലഭിക്കുന്നത്. ആദ്യകാലങ്ങളിൽ തിയേറ്ററുകളിൽ പ്രേക്ഷകർ കയറി കഴിഞ്ഞ് സിനിമ തുടങ്ങാനുള്ള ആ ഒരു ഗ്യാപ്പിൽ ഹിറ്റായ പാട്ടുകൾ കേൾപ്പിക്കുമായിരുന്നു. നമ്മളൊക്കെ ഒരുപാട് പാട്ടുകൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇടവേള സമയത്തും ഇത് തന്നെയായിരുന്നു പതിവ്. പിന്നീടാണ് മെല്ലെ പരസ്യങ്ങൾ കയറി തുടങ്ങിയത്. ഇപ്പോൾ പല സിനിമകളുടെയും ട്രെയിലറുകൾ പോലും പെയ്ഡ് പ്രൊമോഷനായി തിയേറ്ററുകളിൽ കാണിക്കുന്നുണ്ട്.
TV, ഓൺലൈൻ, റേഡിയോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ പരസ്യം ചെയ്യുന്നതിൽ നിന്നും തിയേറ്റർ അഡ്വർടൈസ്മെൻറ്റ് കുറച്ച് വേറിട്ട് നിൽക്കുന്നു. കാരണം അവിടെയൊക്കെയും പരസ്യം കാണുന്ന ആൾക്കാർക്ക് അത് സ്കിപ്പ് ചെയ്ത് കളയാനുള്ള അവസരമുണ്ട്. എന്നാൽ തിയേറ്ററിൽ ഒരാൾ തനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുമ്പോൾ അവിടെ പ്ലേ ചെയ്യുന്നത് എന്തും അയാൾ കാണാൻ തയ്യാറാണ്. മാത്രമല്ല അവിടെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയാനുള്ള അവസരവുമില്ല. ഇങ്ങനെ തിയേറ്റർ അഡ്വർടൈസ്മെൻറ്റ് വഴി തിയേറ്റർ ഉടമയ്ക്ക് കിട്ടുന്നത് 10 മുതൽ 15% വരെയാണ്. അതായത് 1 ലക്ഷം രൂപ വരുമാനം നേടുമ്പോൾ അതിൽ 10 മുതൽ 15,000 രൂപ വരെ അഡ്വർടൈസ്മെൻറ്റ് പ്രോഫിറ്റായിട്ട് കിട്ടും. അങ്ങനെ PVR പോലെയുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഒരു വർഷം ഒരു സ്ക്രീനിൽ നിന്ന് തന്നെ 3 മുതൽ 15 ലക്ഷം രൂപ വരെ അഡ്വർടൈസ്മെൻറ്റ് പ്രോഫിറ്റായിട്ട് നേടുന്നുണ്ട്. ഇനി ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കുന്ന വിതരണക്കാരുടെ പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നേക്കുന്നത്. തിയേറ്ററുകളുമായി ഡയറക്റ്റ് കണക്ഷൻ ഉള്ളവരാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അതായത് ഒരു പ്രൊഡ്യൂസറിൻ്റെ സിനിമയെ അയാൾ നിർദ്ദേശിക്കുന്ന തിയേറ്ററുകളിലേക്ക് വിതരണത്തിനെത്തിച്ച് അതിൽ നിന്നും കമ്മീഷൻ നേടുന്നവരാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഒരു സിനിമ തിയേറ്ററുകളിൽ ഓടുമ്പോൾ ഓരോ ദിവസത്തെയും കളക്ഷൻ എത്രയെന്ന് തിയേറ്റർ തിരിച്ചുള്ള കളക്ഷൻ്റെ കൃത്യമായ കണക്ക് നൽകേണ്ടത് ആ സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അതിൽ ഗ്രോസ് കളക്ഷനും ടാക്സ് കഴിഞ്ഞുള്ള നെറ്റ് പ്രോഫിറ്റും തിയേറ്റർ ഷെയർ കഴിഞ്ഞുള്ള ഡിസ്ട്രിബ്യൂട്ടർ ഷെയറും രേഖപ്പെടുത്തിയിരിക്കും. ഇതിൽ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ 10 മുതൽ 15% വരെ ഡിസ്ട്രിബ്യൂട്ടർക്കും ബാക്കി പ്രൊഡ്യൂസറിനും ലഭിക്കും. അതായത് ഒരു സിനിമയ്ക്ക് ഒരു ഷോയിൽ നിന്ന് 1 ലക്ഷം രൂപ ഡിസ്ട്രിബ്യൂഷൻ ഷെയറായി കിട്ടിയെന്ന് വിചാരിക്കും. അതിൽ ഏകദേശം 15,000 രൂപ വരെ വിതരണക്കാരനുള്ളതാണ്. ബാക്കി 85,000 രൂപ പ്രൊഡ്യൂസറിൻ്റെ പെട്ടിയിലും ഉണ്ട്. വിതരണക്കാരുടെ മറ്റൊരു വരുമാന മാർഗ്ഗമാണ് അഡ്വർടൈസ്മെൻറ്റ്. ഒരു സിനിമയുടെ വിതരണം ഏറ്റെടുത്താൽ ആ സിനിമയുടെ പോസ്റ്ററുകൾ, ഹോർഡിങ്സ്, തിയേറ്ററുകളിൽ വെക്കാനുള്ള സ്റ്റാൻഡീസ് തുടങ്ങിയവ അച്ചടിക്കുന്നത് മുതൽ ഇത് പേസ്റ്റ് ചെയ്യുന്നത് വരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ നേതൃത്വത്തിലായിരിക്കും. മിക്ക വിതരണക്കാരും ഇത് ശിവകാശിയിലാണ് ചെയ്യുക. சிவகாசி உங்களுக்கு கூட நல்லா தெரியுமா? സ്ഥിരമായി ശിവകാശിയിൽ വർക്കുകൾ കൊടുക്കുന്നത് വഴി നല്ലൊരു കമ്മീഷൻ അതുവഴിയും ഡിസ്ട്രിബ്യൂഷൻ്റെ കൈകളിലെത്തും. സിനിമയുടെ എല്ലാ തലങ്ങളിലെയും പോലെ ഇവിടെയും വിജയിക്കുന്ന സിനിമയുടെ ഭാഗമാകുമ്പോഴാണ് ഒരു തിയേറ്റർ ഉടമയെയും ഡിസ്ട്രിബ്യൂട്ടറെയും സംബന്ധിച്ച് നേട്ടമുണ്ടാകുന്നത്. ചില സിനിമകൾ ഇവർക്ക് നഷ്ടം വരുത്തിയാലും വരാനിരിക്കുന്ന സിനിമകൾ തങ്ങളുടെ ബിസിനസ്സിനെ നല്ല ലാഭത്തിലെത്തിക്കുമെന്ന കാത്തിരിപ്പാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ഒരൊറ്റ വെള്ളിയാഴ്ചയല്ലേ മാസ്റ്റർ സിനിമയിൽ കാര്യങ്ങൾ തീരുമാനമാവുന്നത്. ഏതായാലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാനായി കാത്തിരിക്കാം അടുത്ത എപ്പിസോഡ്.